നമസ്കാരം. ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇന്ത്യ ലോകസഭാ തെരഞ്ഞെടുപ്പിന് വരവേൽക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. കത്തിയാളുന്ന വേനലിനെ വകവയ്ക്കാതെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്ര സേവകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് തേടി ഇറങ്ങിയിരിക്കുന്നു. പ്രചരണ പരിപാടികളിൽ വ്യാപൃതരായിരിക്കുന്നു. എന്നാൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി വന്ന എംപിമാർ, പാർലമെന്റേറിയന്മാർ അവരവരുടെ ലോകസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ട സന്ദർഭം കൂടിയാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ന് സിറ്റിംഗ് എംപിമാർ എന്ന് നാം വിശേഷിപ്പിക്കുന്ന അതാത് മണ്ഡലങ്ങളിലെ വിജയിച്ചു വന്ന എംപിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാളിതുവരെയും ചെയ്തിട്ടുള്ളത് എന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് വോട്ട് ചെയ്യുവാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ വോട്ടർമാരും ചിന്തിക്കേണ്ടതാണ്. ലോകസഭയിലെ അവരുടെ പ്രവർത്തനവും ഹാജർ നിലയും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ട് വേണം ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുവാൻ, വോട്ട് രേഖപ്പെടുത്തുവാൻ. തങ്ങളുടെ നാടിനു വേണ്ടി, നാടിന്റെ വികസനത്തിനു വേണ്ടി, ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്ത എംപിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൈയൊഴിയേണ്ടത് തന്നെയാണ്. ഇതിൽ കക്ഷി മത രാഷ്ട്രീയ ഭേദങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ, ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇവരുടെ ലോകസഭയിലുള്ള പ്രകടനങ്ങൾ മനസ്സിലാക്കുക, വിലയിരുത്തുക, ഹാജർ നിലകൾ പരിശോധിക്കുക. ഇതിനു പുറമെ ഓരോ മണ്ഡലത്തിലും ഓരോ എംപിക്ക് പ്രാദേശിക വികസന ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് കിട്ടുന്നുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ഫണ്ട് ഒരു എംപിക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 5 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 വർഷത്തേക്ക് 25 കോടി രൂപ കിട്ടേണ്ടതാണ്. എന്നാൽ 2019-20 കാലഘട്ടങ്ങളിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് എംപി ഫണ്ട് പകുതിയാക്കി ചുരുക്കുകയുണ്ടായി. അതുകൊണ്ട് 5 വർഷത്തേക്ക് 17 കോടി രൂപ മാത്രമാണ് ഓരോ എംപിക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ 17 കോടി രൂപയും ഓരോ എംപിമാരും അവരവരുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ടോ, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ തുക എത്രയും അവർ ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എംപിമാർ തങ്ങൾക്ക് കിട്ടിയ മുഴുവൻ വികസന പ്രവർത്തന ഫണ്ടും അവരവരുടെ മണ്ഡലങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചർച്ച മുന്നോട്ട് വച്ചത് ആലത്തൂർ എം പി ആയ രമ്യ ഹരിദാസ് ആണ്. UDFന്റെ, കോൺഗ്രസിന്റെ MP ആണ് രമ്യ ഹരിദാസ്. അവരവരുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രാദേശിക വികസന ഫണ്ട് ഇനത്തിൽ ഓരോ എംപിമാർക്കും കിട്ടിയ തുക അവരുടെ മണ്ഡലങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ആലത്തൂർ MP ആയ രമ്യ ഹരിദാസ് തന്നെയാണ്. വളരെ പ്രസക്തിയേറിയ ഒരു ചോദ്യമായിരുന്നു അത്. ആ ചോദ്യത്തിനൊടുവിൽ മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടേതായ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. പല എംപിമാരുമായി ഞങ്ങൾ സംവദിക്കുകയുണ്ടായി. അവരുമായി നടത്തിയ അന്വേഷണാത്മകമായ ഒരു പത്രപ്രവർത്തനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടിയത്. അതായത് കേരളത്തിലെ 20 എംപിമാരും അവരവരുടെ പ്രാദേശിക വികസന ഫണ്ട് പൂർണ്ണമായും മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ എത്ര കൂടുതൽ ആരൊക്കെ ചിലവഴിച്ചു, എത്ര കുറവ് ആരൊക്കെയാണ് എന്നുള്ള സമഗ്രമായ ഒരു പട്ടിക, അതായത് കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലുമുള്ള എംപിമാർ അവർക്ക് കിട്ടിയ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കൂടുതൽ തുക തങ്ങളുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് ആരാണ്, അതിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ഏറ്റവും കുറവ് തുക ആരാണ് ചിലവഴിച്ചത് എന്നുള്ളൊരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ കണ്ടെത്തിയ വസ്തുതാനിഷ്ഠമായ, കാര്യമാത്ര പ്രസക്തമായ ചില വിവരങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. ആരൊക്കെയാണ് മണ്ഡലങ്ങൾക്ക് വേണ്ടി കൂടുതൽ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിട്ടുള്ളത്, ആരാണ് കൂടുതൽ തുകകൾ തങ്ങളുടെ മണ്ഡലങ്ങളിലെ പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വോട്ടർമാർ ഇനി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ, വോട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച എംപിമാർ ആരൊക്കെയാണ്, പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാജർ നില ആർക്കായിരുന്നു, ഇതെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ആരൊക്കെയാണ് അവരവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കൂടുതൽ തുക മണ്ഡലങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ള ഒരു കണക്ക് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ആരാണ് കൂടുതൽ ചിലവഴിച്ചത്, ആരാണ് കുറച്ച് തുക ചിലവഴിച്ചത് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കുറവ് തുകകൾ ആര് ചിലവഴിച്ചു എന്നുള്ള ഈ പട്ടിക ആരംഭിക്കുമ്പോൾ
മാവേലിക്കര MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ആദ്യം സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിലവഴിക്കാത്ത ഫണ്ടുകൾ, അതായത് പ്രാദേശിക വികസന ഫണ്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാളിതുവരെ കിട്ടിയ 17 കോടി രൂപയിൽ നിന്നും ഫണ്ട് ബാലൻസ്, ചിലവഴിക്കാത്ത തുക എത്രയാണ് എന്നുള്ളതാണ് ആദ്യം അറിയാൻ സാധിച്ചത്. 6,24,00,000 രൂപയാണ് മാവേലിക്കര MP ആയ കൊടിക്കുന്നിൽ സുരേഷിന്റെ അക്കൗണ്ടിൽ ഇനിയുള്ളത്. എന്തുകൊണ്ടാണ് ഈ തുക ചിലവഴിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും ആ മണ്ഡലത്തിലെ വോട്ടേഴ്സിനും അന്വേഷിക്കാവുന്നതാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ വയനാട് MP ആയ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിൽ 1,25,00,000 രൂപ മാത്രമാണുള്ളത്. അതായത് 1.25 കോടി രൂപയാണ് ബാലൻസ് ആയി ഉള്ളത്. ബാക്കി തുകയെല്ലാം അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ചിലവഴിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത് പറയുകയാണെങ്കിൽ ഡീൻ കുര്യാക്കോസ്, ഇടുക്കിയുടെ സ്വന്തം MP ആയ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ചിലവഴിക്കാതെ, MP ഫണ്ടിൽ നിന്നും ചിലവഴിക്കാതെ 4,47,00,000 രൂപയാണ് ബാലൻസായി ഉള്ളത്. പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് MP ആയ VK ശ്രീകണ്ഠന്റെ അക്കൗണ്ടിൽ 3,19,00,000 രൂപയാണ് ബാലൻസായി കാണുന്നത്. ഇനി കണ്ണൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ കണ്ണൂരിലെ MP ആയ കെ സുധാകരനാണ് പാർലമെന്റിൽ ഏറ്റവും കുറവ് ഹാജർ നില ഉള്ളയാൾ. 50% മാത്രമാണ് അദ്ദേഹത്തിന് ഹാജർ നിലയുള്ളത്. അദ്ദേഹം ചികിത്സയ്ക്കും മറ്റുമായി പോയതിനാലാണ് ഇത്തരം ഹാജർ നില കുറവ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ളത് 2,70,00,000 രൂപയാണ്. ബാക്കി തുക അത്രയും അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ET മുഹമ്മദ് ബഷീറിന്റെ മണ്ഡലത്തിലേക്ക് വരാം. ലീഗിന്റെ MP ആയ ET മുഹമ്മദ് ബഷീർ 2,56,00,000 രൂപയാണ് ET മുഹമ്മദ് ബഷീറിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ആലത്തൂരിലേക്ക് വരികയാണെങ്കിൽ ആലത്തൂർ MP ആയ രമ്യ ഹരിദാസാണ് ഓരോരോ MP മാരും അവരവർക്ക് കിട്ടിയ എത്ര തുക വികസനത്തിന് വേണ്ടി ചിലവഴിച്ചു, മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രാദേശിക ഫണ്ട് എത്ര കണ്ട് ചിലവഴിച്ചു എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന രമ്യ ഹരിദാസിന്റെ ഫണ്ടിൽ, ബാലൻസ് ഫണ്ടിൽ 2,46,00,000 രൂപയാണ് ഉള്ളത്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്തിന്റെ സ്വന്തം MP NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ബാലൻസ് എമൗണ്ട് കാണുന്നത്, MP ഫണ്ടിൽ കാണുന്നത് 2,41,00,000 രൂപയാണ്. ഇനി ഇക്കുറി മത്സരിക്കാത്ത ഒരു MP ഉണ്ട്. തൃശൂരിലെ TN പ്രതാപനാണ്. K മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മത്സരിക്കാനെത്തിയപ്പോൾ TN പ്രതാപൻ അവിടെ മത്സര രംഗത്ത് നിന്നും മാറുകയായിരുന്നു. TN പ്രതാപന്റെ MP ഫണ്ടിൽ ബാലൻസ് തുകയായി ഉള്ളത് 2,40,00,000 രൂപയാണ്. അതായത് 2,40,00,000 രൂപയാണ്. എറണാകുളം MP ആയ ഹൈബി ഈഡന്റെ അക്കൗണ്ടിലും ഈ പറഞ്ഞ രീതിയിൽ ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ തന്നെ ഫണ്ട് ചിലവഴിച്ചു എന്നാണ് ഹൈബി ഈഡൻ അവകാശപ്പെടാറുള്ളത്. പക്ഷേ ഹൈബി ഈഡന്റെ അക്കൗണ്ടിലും 1,80,00,000 രൂപയാണ് കാണാൻ കഴിയുന്നത്. ഇനി അബ്ദുൾ സമദാനിയുടെ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അബ്ദുൾ സമദാനി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാജർ നില ഉള്ള ആള് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ ബാലൻസ് കാണുന്നത് 1,55,00,000 രൂപയാണ്. ബാക്കി തുകയെ അത്രയും അദ്ദേഹം മണ്ഡലത്തിലെ പുരോഗമനത്തിനും വികസനത്തിനും വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ് കാണുന്നത്. കോഴിക്കോടിന്റെ MP ആയ MK രാഘവനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ചിലവഴിച്ച ആളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ 1,43,00,000 രൂപയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ആരാണ് കൂടുതൽ തുക തങ്ങളുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചത്, ഏറ്റവും കൂടുതൽ തുക തങ്ങളുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ചാലക്കുടി മണ്ഡലത്തിലുള്ള ബെന്നി ബെഹന്നാൻ, അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഏറെക്കുറെ തന്റെ തുകകളെല്ലാം ചിലവഴിച്ചു. MP എന്ന രീതിയിൽ തന്റെ പ്രാദേശിക വികസന ഫണ്ട് പൂർണ്ണമായി തന്നെ മണ്ഡലത്തിൽ ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ബാലൻസ് 91,00,000 രൂപയാണ് എന്നാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ തുക തന്റെ മണ്ഡലങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് ചാലക്കുടി MP ആയ ബെന്നി ബെഹന്നാനുമല്ല എന്നാണ് തിരിച്ചറിയുന്നത്. 91,00,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. പത്തനംതിട്ടയുടെ MP ആയ ആന്റോ ആന്റണി, അദ്ദേഹവും ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തനിക്ക് കിട്ടിയ പ്രാദേശിക വികസന ഫണ്ട് മണ്ഡലത്തിൽ ചിലവഴിച്ചു എന്നറിയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ബാലൻസ് MP ഫണ്ടിൽ കാണുന്നത് 85,00,000 രൂപയാണ്. ആലപ്പുഴയിലെ ആരിഫ്, അദ്ദേഹത്തിന്റെ ഫണ്ട് പൂർണ്ണമായി തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ 76,00,000 രൂപ അദ്ദേഹത്തിന്റെ ബാലൻസ് ആയി കാണുന്നുണ്ട്, MP ഫണ്ടിൽ കാണുന്നുണ്ട്. ഇനി വടകരയിലേക്ക് വരികയാണെങ്കിൽ വടകരയിൽ നിന്നും ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സര രംഗം മാറ്റിയ K മുരളീധരൻ, അദ്ദേഹം തന്റെ മണ്ഡലത്തിന് വേണ്ടി പൂർണ്ണമായി തന്നെ തുക ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലും 75,00,000 രൂപയാണ് ബാലൻസ് കാണുന്നത്. അപ്പോഴും അദ്ദേഹമല്ല കൂടുതൽ തുക ചെലവഴിച്ചത് എന്ന് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിട്ടുള്ളത്? MP എന്ന രീതിയിൽ പ്രാദേശിക വികസന ഫണ്ട് കിട്ടിയിട്ടുള്ള തുക ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ
കാസർഗോഡ് MP ആയ, അതായത് അദ്ദേഹം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ് കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ചിലവഴിച്ചിരിക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തനിക്ക് കിട്ടിയ പ്രാദേശിക വികസന ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലും 28 ലക്ഷം രൂപയാണ് ബാലൻസ് ആയി കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനുമല്ല എന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് പ്രാദേശിക വികസന ഫണ്ടുകൾ പൂർണ്ണമായി തന്നെ തന്റെ മണ്ഡലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിലെ സ്വന്തം MP ആയ അടൂർ പ്രകാശിന്റെ ബാലൻസ് ഫണ്ട് കാണുന്നത് 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപയൊഴികെ അദ്ദേഹം മറ്റു പണമെല്ലാം അവിടെ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ആൾ ആറ്റിങ്ങൽ MP ആയ അടൂർ പ്രകാശുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ തുക തന്റെ മണ്ഡലത്തിന് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ചെല്ലാം. തിരുവനന്തപുരം മണ്ഡലത്തിലെ ശശി തരൂരിനെ കുറിച്ച് നാം ഇതുവരെ സംസാരിച്ചില്ല. ശശി തരൂർ തന്റെ പ്രാദേശിക വികസന ഫണ്ട് പൂർണ്ണമായി തന്നെ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ MP ഫണ്ടിലും ചിലവഴിക്കാതെ കിടക്കുന്നത് 4 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ശശി തരൂരുമല്ല ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത്. പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ തുക തന്റെ മണ്ഡലത്തിന് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ള അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം MP ആയ തോമസ് ചാഴിക്കാടൻ. തോമസ് ചാഴിക്കാടൻ തന്റെ മണ്ഡലത്തിന് വേണ്ടി തനിക്ക് കിട്ടിയ എല്ലാ ഫണ്ടുകളും പരിപൂർണമായി തന്നെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ബാലൻസ് ആണ് ഏറ്റവും കുറവായി കാണുന്നത്. 2 ലക്ഷം രൂപ മാത്രമാണ് തോമസ് ചാഴിക്കാടന്റെ MP ഫണ്ടിൽ അവശേഷിക്കുന്നത്. അപ്പോൾ മണ്ഡലത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിരിക്കുന്നത് തോമസ് ചാഴിക്കാടനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തു തന്നെയായാലും ഇത്തരം വിവരങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ സമഗ്രമായ ഒരു പഠനം നടത്തിയിട്ട് വേണം ഓരോ സമ്മതിദായകനും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ. തങ്ങളുടെ MP-ക്ക് കിട്ടിയ എത്ര ശതമാനം തുകകൾ തങ്ങളുടെ മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി ചിലവഴിച്ചു, അവർ എത്ര നാള് പാർലമെന്റിൽ സമ്മേളനം നടക്കുമ്പോൾ എത്ര ഹാജർ നില അവർക്കുണ്ടായിരുന്നു, അവരുടെ പ്രകടനം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം തന്നെയായിരിക്കണം ഓരോ MP-യെയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഓരോ സമ്മതിദായകനും വോട്ട് രേഖപ്പെടുത്താൻ എന്നുള്ളതാണ് ബഹുമാന്യരായ പ്രേക്ഷകരോട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.